ഹലോ, നമസ്കാരം. ഞാൻ കോച്ച് ഷഫീഖ്, ഖത്തറിലൊരു പേഴ്സണൽ ട്രെയിനറാണ്. നമുക്കിന്ന് ഒരു വേ പ്രോട്ടീനെ കുറിച്ച് സംസാരിക്കാം. കൂടുതൽ ആൾക്കാർക്കുള്ളൊരു സംശയമാണ് വേ പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻ്റ് കഴിച്ചാൽ കിഡ്നിക്ക് പ്രശ്നമാവോ, കിഡ്നി സ്റ്റോൺ വരുമോ, അങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. ഈ ആദ്യം പറയാനുള്ളത്, വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതൊരു സപ്ലിമെൻ്റാണ്, അതല്ലാതെ ഒരു ഫുഡായിട്ട് കാണേണ്ട കാര്യമില്ല. പറഞ്ഞ പേരിലുള്ള പോലെ തന്നെ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാത്ത ഒരു വസ്തുവിനെ നമ്മൾ സപ്ലിമെൻ്റായിട്ട് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എളുപ്പമാർഗം വേണമെങ്കിൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേ പ്രോട്ടീൻ കഴിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ഒരു നോർമലായിട്ടുള്ള ആളുകൾക്ക് വേണ്ട പ്രോട്ടീൻ നമ്മുടെ ഹോൾ ഫുഡിൽ തന്നെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് എഗ്ഗ്, ചിക്കൻ, ബീഫ്, മട്ടൻ, എനിമൽ പ്രൊഡക്ട്സ് നിന്ന് കിട്ടും. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഒരുപാട് സീഡ്സ്, നട്ട്സ്, വീണ്ടും ഡയറി പ്രൊഡക്ട്സ് തന്നെ വരും, ലൈക്ക് പനീർ, ചണ, ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമല്ല അത്. പിന്നെ വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചീസ്, ബട്ടർ ഒക്കെ ഉണ്ടാക്കുന്ന, മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് വേ പ്രോട്ടീൻ. ആ വേ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, അത് ഫിൽട്ടർ ചെയ്ത് കുറേ പ്രോസസ്സ് ചെയ്തിട്ട് അത് വേ കോൺസെൻട്രേറ്റ്, വേ പ്രോട്ടീൻ ഐസൊലേറ്റ്, ഹൈഡ്രോലൈസ്ഡ്, അങ്ങനെ ഒരു 3-4 കാറ്റഗറി അത് വരുന്നുണ്ട്. സ്ലോ ഡൈജഷൻ, കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഡൈജഷൻ നടക്കുന്നത്, അങ്ങനെ ഒരു 3-4 കാറ്റഗറിയെ ഡിവൈഡ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അഫോർഡബിലിറ്റി അനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ അത് മേടിക്കുക. പിന്നെ അതിലെന്തില്ല, സ്റ്റിറോയിഡ് ഇല്ല, സ്റ്റിറോയിഡ് ഉള്ളതല്ല വേ പ്രോട്ടീൻ, അല്ലെങ്കിൽ അതൊരു കെമിക്കൽ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ളൊരു സാധനമല്ല. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ചോദിച്ചാൽ സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുക എങ്ങനെയാണ്, നിങ്ങൾ മേടിക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഒരിക്കലും ഒരു ലാഭം നോക്കിയിട്ട് നിങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ ബ്രാൻഡ് മേടിക്കാതിരിക്കുക. എപ്പോഴും നല്ല ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ, അവരുടെ തന്നെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാൻ നോക്കുക. ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ശരിക്കും നിങ്ങൾക്കിത് എപ്പോഴാണ് നീഡ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു 2 gram പെർ ബോഡി വെയ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു അത്ലറ്റാണ്, അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അന്നേരം ഒരു ആഡ് ഓൺ എന്നുള്ള നിലക്ക് സപ്ലിമെൻറ്റ് അപ്പോഴാണ് അവിടെ വർക്കാവുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. പിന്നെ ഇത് കഴിച്ചെന്ന് വിചാരിച്ച് കിഡ്നി അടിച്ചു പോവുക, കിഡ്നിക്ക് പ്രശ്നം വരിക, സ്റ്റോൺ വരിക, അങ്ങനെയുള്ള ഭയത്തിൻ്റെ ആവശ്യം ഇല്ല. നിലവിലെ പഠനങ്ങളും സ്റ്റഡീസും എക്സ്പീരിയൻസും ഒക്കെ അങ്ങനെയാണ്. സോ പ്രോട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ വേ പ്രോട്ടീനെ കുറിച്ച് ഇത്രയേ നമുക്കൊന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം, അറിയാവുന്ന കാര്യങ്ങൾ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.